അഴിഞ്ഞാട്ടം, മോഹൻലാലിന്റെ അടിപൊളി അഴിഞ്ഞാട്ടം. അത് പീക്കല്ല, പീക്ക് എന്റെ അടിപൊളി. ദിലീപിന്റെ ഒരു കമ്പാക്ക് ആണ് ആ മാർക്ക്. മറ്റേ എതിരെ ദിലീപിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാര് ഒരു മറ്റേ കൊടുക്കും, തിരിച്ചടി കൊടുക്കും, അണ്ണാക്കിലടിച്ച് കയറ്റിയ പോലെ. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്. സ്പൂഫോട് പോലെയാണ് അത്. ഓരോന്നും അല്ല. ഫസ്റ്റ് ഹാഫ് കലക്കി, സെക്കൻഡ് ഹാഫ് കുറച്ച് ഡൗൺ ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. അതൊക്കെ മറ്റേ ഹേറ്റേഴ്സിനെ അടിച്ച് കയറ്റിയത് പോലെ സിനിമ ഉണ്ടാക്കിയത് അടിപൊളിയാണ്. എക്സ്പീരിയൻസ് ഏതിലും നോക്കുന്നതിലാണല്ലോ. ആക്ച്വലി വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓൾറെഡി ഒരു സിറ്റുവേഷനിൽ പേഴ്സണലി ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ രാവിലെ എണീറ്റപ്പോൾ തന്നെ എല്ലാ റിവ്യൂസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്തായിരിക്കും റിവ്യൂ, എന്താണ് ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷൻ, എന്താണ് റിസൾട്ട് എന്നൊക്കെ. തിയേറ്ററിൽ വന്ന് അത് ലൈവ്, ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇവിടെ വന്നിട്ട് സിനിമ കാണുന്നത്. ആൻഡ് ഈ പടം വിനീതിൽ തന്നെ കാണണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ആൻഡ് ഓഡിയൻസിന്റെ ഓളാണെങ്കിലും കംപ്ലീറ്റ്ലി ഇവർ പറയുന്ന പോലെ തന്നെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. ലിറ്ററലി അത് തിയേറ്ററിൽ തന്നെ കാണണം. കാരണം കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ വൈബും കയ്യടിയും ആ പാട്ടൊക്കെ, അഴിഞ്ഞാട്ടം പാട്ടൊക്കെ വരുന്ന സമയത്ത് അതെ, കംപ്ലീറ്റ്ലി ഫുൾ ഓഫ് മാഡ്നസ് ആണ്. അത് ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ആൻഡ് ലാലേട്ടൻ വരുന്ന സീൻസ് ആണെങ്കിലും ധ്യാൻ ചേട്ടന്റെയും വിനീതേട്ടന്റെയും തമ്മിൽ എനിക്ക് തോന്നുന്നു അവര് പേഴ്സണലി വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യം സിനിമയിൽ പറഞ്ഞാന്ന് തോന്നുന്നു. ആൻഡ് ദിലീപേട്ടൻ ഇൻട്രോസ് ആണെങ്കിലും എല്ലാം അടിപൊളി. എല്ലാം നമുക്കിങ്ങനെ ഒരു മിനിറ്റ് പോലും നമ്മള് വേറൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഒരുപാട് സ്പൂഫ് ഉണ്ട്. ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആണ്. നമ്മൾ ഓരോ സീൻ കാണുമ്പോഴും ഓരോ വണ്ടികളാണെങ്കിലും ഇപ്പം അലിബായ്, ബൈക്ക്, ബുള്ളറ്റ്, ഓട്ടോ, സി.ഡി. മുസൽ കാർ എല്ലാം. പിന്നെ ഓരോ സിനിമാറ്റിക് സീൻസ് ഒക്കെ നമ്മൾ പിന്നെ വിജയ് സാറിന്റെ സ്പോയിലർ ആക്കുന്നില്ല. അപ്പൊ എല്ലാം അടിപൊളിയായിരുന്നു. ഭയങ്കര ആൻഡ് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്. കാരണം നല്ല റിസൾട്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ഒരുപാട് നല്ല നല്ല റെസ്പോൺസ്, റിയാക്ഷൻസ്. കംപ്ലീറ്റ്ലി ദിലീപേട്ടനും ലാലേട്ടനും വിനീതേട്ടനും ധ്യാൻ ചേട്ടനും എല്ലാവരും തൂക്കി പടം. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു നൂറിൻ ആൻഡ് അയ്യോ അവന്റെ പേരുന്ന ഫാഹിം. കാരണം താങ്ക് യു സോ മച്ച് ദിലീപേട്ടനെ തിരിച്ചുകൊണ്ടുവന്നതിൽ. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് തിയേറ്ററിൽ പേഴ്സണലി എനിക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആ ഒരു എക്സ്പീരിയൻസ് വേറെ ലെവലാണ്. അടിപൊളി, രണ്ടുപേരും പൊളിച്ചടിക്കും, ഒന്നുമില്ല പറയാ. അടിപൊളി, തമാശയുണ്ട്, സീരിയസും ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ് പടം. എന്തായാലും ദിലീപേട്ട സൂപ്പർ, മോഹൻലാൽ ലാലേട്ടൻ സൂപ്പർ. അടിപൊളിയാണ് എന്തായാലും, ഒരു രക്ഷയില്ല. കോമഡി ഉണ്ട് അത്യാവശ്യം. രണ്ടുപേരും നന്നായി അഭിനയിച്ച് സൂപ്പറായിരുന്നു. ദിലീപേട്ടന്റെ തിരിച്ചുവരവ് തന്നെയാണ്. രണ്ടുപേരും. ലാലേട്ടൻ മാസാണ്, അടിപൊളിയാണ്, സൂപ്പർ സൂപ്പർ. അഴിഞ്ഞാട്ടം ദിലീപേട്ടന്റെ രണ്ടാമത്തെ തിരിച്ചുവരവ്. ഏറ്റവും ദിലീപേട്ടൻ പൊളിച്ചടിക്കിട്ടുണ്ട്. പിന്നെ ഒന്നിനൊന്നും നമ്മുടെ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും എല്ലാവരും, ലാലേട്ടൻ എല്ലാവരും തകർത്തടിയിട്ടുണ്ട്.